സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സ്തോത്രം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്ക് നല്ല ദൈവമായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. പ്രിയ മാതാവിൽ മുതൽ ആരംഭിച്ചതായ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിച്ച് സമയമായപ്പോൾ തന്റെ ആത്മാവിനെ തൃക്കരത്തിൽ ചേർത്ത് നിർദ്ദയക്കായ സ്തോത്രം എത്രയും അനുഗ്രഹമാക്കി തീർത്ത് അവിടെ എല്ലാവരിലും സഹായിച്ചതിനാൽ ഞാൻ മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ളതായ കർത്താവെ സെമിറ്ററിയിലേക്കുള്ളതായ യാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാനിടയായി തീർത്തനായ സ്തോത്രം. ഇനിയും ഇവിടെ വരുവാൻ ആഗ്രഹിക്കുന്നവരെയും തടസ്സങ്ങളെല്ലാം വിളിച്ചത്തക്ക ശ്രദ്ധ കൂട്ടുവരുത്തും. ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കേണ്ടതായ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കോണം സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറിയ നിശ്ചയത്തോടും പ്രത്യാശയോടും കൂടെ ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗീയ ഭവനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഏവർക്കും പ്രത്യാശയോടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വേദഭാഗം വായിക്കും. കൊരിന്ത്യർക്കെഴുതിയ 15-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള ചില വേദഭാഗങ്ങൾ. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തൻ താൻ താന്റെ നിലയിലത്രേ.
ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിട്ട് രാജ്യം പിതാവാകുന്ന ദൈവത്തെ ഏൽപ്പിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോട് വരും എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, വേദത്തിന്റെയോ വല്ലോ മറ്റു വല്ലതിന്റെയോ ഒരു മണി എത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനും അത് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമില്ല. മനുഷ്യന്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവന് തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജഡദേഹിയായി തീർന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുക ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവരെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിത യാത്രയുടെ അന്ത്യത്തിൽ ഇങ്ങനെയൊരു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നൂൽപ്പാലത്തിൽ കയറി അക്കരെ കടക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നിറവേറ്റി അക്കരെ കടക്കുന്നുവെങ്കിൽ നമ്മുടെ അവകാശത്തിൽ ആ സ്വർഗീയ യെരൂശലേമിൽ പ്രവേശിപ്പാൻ കഴിയും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു. നാം തന്റെ സന്നിധിയിൽ ആകേണ്ടതിന് എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ വിദൂരമായ ഒരു സ്ഥലത്താണ്, അവിടെ ആയിട്ടില്ല. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആകേണ്ട സ്ഥലത്തേക്ക് എത്തണമെന്ന് ദൈവിക സന്ദേശം നമ്മെ ഓർപ്പിക്കുകയാണ്. യോനായോട് ചോദിക്കുന്നു, യോനായി, നീ എവിടേക്ക് പോകുന്നു? അവൻ പറയുന്നു, ഞാൻ ദൈവസന്നിധിയോട്ട് ഓടിപ്പോവുകയാകുന്നു. അപ്പോൾ പാപത്താൽ മനുഷ്യന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. സർവശക്തനായ ദൈവത്തിന്റെ താല്പര്യം അതിൽ താഴെയായിരിക്കുമോ? ഒരിക്കലും അല്ല. പ്രിയമുള്ളവരെ, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതെന്ന് ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് കാണുന്നു. അങ്ങനെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ സന്ധിച്ച് ആ ദൗത്യം നമ്മെ നിറവേറ്റേണ്ടതിനായി ഉന്നതവിളിയാൽ നമ്മെ വിളിച്ച് വിശുദ്ധന്മാരേക്ക് ഇതിലേക്ക് നമ്മെ ചേർത്തു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളെയും ഉയർപ്പിച്ച് തന്നോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. മരണ അന്തരഭാവിപ്പിച്ച ഒരു വിശ്വാസമില്ല. അത് ഈ ആത്മീയ കുലത്തിലെ വിശ്വാസികൾക്ക് പെന്തക്കോസ്തുകാർ ധാരാളം ഉണ്ടെങ്കിലും അതിൽ വിശ്വാസികൾ കുറവാണ്. ശ്ലോകത്തിൽ ഒന്നും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യമായി പറയുന്നത് സ്വർഗരാജ്യം വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ സ്തോത്രം. ആകയാൽ ഇവിടെ സഭയുടെ പുസ്തകം പറയുകയാണ്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളെയും ഉയർപ്പിച്ച് ഞങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും. അപ്പോൾ അവിടെ പോകേണ്ട വഴി ഏതാണ്? ദൈവമായുള്ള ഐക്യത്തിൽ ജീവിക്കണം. അവസാനമായി ഒരു ഉയർപ്പിനെ പറ്റി അവിടെ പറയുകയാണ്. ആ വിശ്വാസമാണ് നമ്മെ ഇത്രത്തോളം നയിച്ചത്.
ആ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ പ്രിയ മകന്. അവർ ദൈവസന്നിധിയെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ അടുക്കൽ പ്രവേശിക്കണമെന്നുള്ള ആകാംക്ഷയോടുകൂടെ യാത്ര ആരംഭിച്ചു. ആ യാത്ര സന്തോഷമായി തീർക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ചവൻ അതുപോലെ നിങ്ങളെ ഉയർപ്പിക്കുമെന്നാണ്. യേശുവിനെ ഉയർപ്പിച്ചവൻ എങ്ങനെയാണ് ഉയർപ്പിച്ചത്? ഉയർപ്പിക്കണമെങ്കിൽ ഒരു മരണം ആവശ്യമാണ്. മരണം ശരിയാകണമെങ്കിൽ അതിനേറ്റവും ഒരു ജീവിതം ആവശ്യമാണ്. യേശുവിനെ പറ്റി പറയുമ്പോൾ യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? യേശു ലോകത്തിൽ വന്നപ്പോൾ സേവനം ആരംഭിക്കുമ്പോൾ തന്റെ പിതാവിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു, ഈ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. കൂടുതലായി ഒന്നും പറഞ്ഞില്ല. ഒരു 2 വാചകം: ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു, ആ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവം വിശ്രാമത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ അവർ കർത്താവിന്റെ സമ്പൂർണ്ണത്തിനായി സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. ആ ഇഷ്ടം നിറവേറുന്നവരാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവായ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. എന്നോട് കർത്താവ് എന്ന് പറയുന്ന നിയമനമല്ല, സ്വർഗ്ഗസ്ഥനായ അന്വേഷണം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കും. ഈ വിഷയങ്ങളെല്ലാം ഈ പ്രിയ മകന്റെ ആ ബാല്യപ്രായത്തില്, യൗവനപ്രായത്തില് ബോധ്യപ്പെടുവാൻ അവർക്ക് അവസരമുണ്ടായി. യേശു പിതാവിന്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് അതിനേറ്റ ഒരു ജീവിതം ചെയ്തതുപോലെ ഈ പ്രിയ മകനും ദൈവത്തിനായി സമ്പൂർണ്ണമായി സമർപ്പിച്ചു. കർത്താവിന്റെ ഹിതവരെ അറിയിച്ചു. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അവർ ഏൽപ്പിക്കുകയാണ്, കർത്താവ് നിയമിക്കുകയാണ്. പത്രോസിനെ അഗ്രിപ്പാവിന്റെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ അഗ്രിപ്പാവ് സധൈര്യം അഭിഭാഷകർന്നത്തെ ന്യായാധിപ സംഘത്തെ കുറ്റുനോക്കിക്കൊണ്ട് പറയുകയാണ്: എന്റെ ദൈവം എന്നെ നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് 2 വാചകത്തിൽ താൻ പറയുന്നു: നീ എന്നെ കണ്ടതിനും ഇനി യാതൊരു പ്രത്യക്ഷനാകാതിരിക്കുന്നതിനും നിന്നെ ഒരു ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കാൻ ഞാൻ പ്രത്യക്ഷനായി. കർത്താവ് വിളിച്ച സാക്ഷികൾ ആരാണ്? അവർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ്. മാസികയെ പേര് കണ്ടുകൊണ്ട് വന്നവരല്ല, വിവാഹം കഴിക്കാൻ വഴിയില്ലാന്ന് വന്നവരല്ല, വന്നുകൊണ്ട് നോക്കി ചെറുക്കന്മാർക്കൊന്നും ഇഷ്ടമല്ലാതെ എന്നാ പിന്നെ കർത്താവിന്റെ വഴിപ്രദേശത്ത് പോകാന്ന് പറഞ്ഞ് വന്നതല്ല. ഒരു മാസികയിലെ പരസ്യം കണ്ടുകൊണ്ട് വന്നതല്ല. സ്നേഹവാനായ അരുണാഥന്റെ ശബ്ദം തന്റെ കാതിൽ മുഴങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ അതിന് പൂർണ്ണമായി വിധേയപ്പെടുകയാണ് ചെയ്തത്. അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങയുടെ ഇഷ്ടം മതി. ആ നാളുകളൊക്കെ പാടുന്ന പാട്ടെന്താണ്? ദൈവ ഇഷ്ടത്തിന്റെ പാട്ടുകളൊക്കെ പാടും. എന്റെ ഇഷ്ടം ഒന്നുണ്ട് പിന്നുമാറ്റല്ലേ. നമ്മളെല്ലാം പാടിയിട്ടുള്ളവരാണ്, ഇപ്പോഴും പാടുന്നവരാണ്. നിന്റെ ഇഷ്ടം ചെയ്തു ജീവകാലം സാക്ഷിയാവാം, എന്റെ ദൈവം സ്നേഹം തന്നെ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പൊന്നുനാഥനെ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. ഈ ദീർഘവർഷം 61 വയസ്സ് വരെയും ആ വഴിയിലൂടെ, ആ തീരുമാനത്തിൽ ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ച് ഈ ഒരു സഹോദരി എന്താണ് ചെയ്തത്? കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അനുഗമിക്കുന്നു എന്ന വചനപ്രകാരം, കർത്താവിന്റെ കൽപ്പന പ്രകാരം എവിടെ അയച്ചു അവിടെയെല്ലാം പോയി കർത്താവിന്റെ വേല ഭംഗിയായി ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയെ പറ്റിയുള്ള വെളിപ്പാടോടുകൂടെ മുൻപോട്ട് നീങ്ങി അങ്ങനെ തന്റെ സേവനം തികയ്ക്കുകയാണ് ചെയ്തത്. നമ്മളാരും വിചാരിച്ചില്ല ഇപ്പോൾ കടന്നു പോകുമെന്ന്. മനുഷ്യന്റെ കാര്യം ആർക്കറിയാം? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണോ? ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമ്മളെല്ലാ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, താമരപ്പൂവിൽ കയറിയ വണ്ടിനെ പോലെ. പണ്ട് താമരപ്പൂവിൽ കയറി തേൻ കുടിച്ച് മത്തനായിരിക്കുമ്പോൾ അത് പറയുകയാണ്: രാവിപ്പോൾ ക്ഷണമം ഒടുങ്ങിടും, ഈ രാവിലെ കഴിയും, നേരം വിളക്കും, ഈ താമരപ്പൂ വിടരും, അത് ഞാനങ്ങ് പറന്നു പോകും. എന്താണ് സംഭവിച്ചത്? രാവിപ്പോൾ ക്ഷണമം ഒടുങ്ങിടും, വൃക്ഷസംഘം പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും കാല് വിടർന്നിടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ മനമാരി കണ്ടുപോയാൽ ഗന്ധേന്ദ്രൻ ആ പത്നിനെയും ആന വന്ന് ആ താമരപ്പൂവിന് ഒരടി അടിച്ചു വിഴുങ്ങി വീണ്ടും അതിനകത്തായി പോയി. മനുഷ്യന്റെ നിരൂപണങ്ങളും അവന്റെ കാര്യങ്ങളും ഒന്നും ശരിയാകില്ല. പ്രിയമുള്ളവരെ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രിയ മകന് ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ അടക്കത്തിൽ നമ്മൾ വന്നിരിക്കുന്നെങ്കിലും നമ്മേക്കാൾ ശ്രേഷ്ഠയായി നമുക്ക് മുന്നേ അവകാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നാം നമ്മോട് തന്നെ ചോദിക്കുക: എന്റെ ആത്മാവെ, ഞാൻ എവിടേക്ക് പോകുന്നു? എന്റെ ലക്ഷ്യം ദൈവസന്നിധിയാണോ? അതോടുകൂടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്റെ അന്തർഭാഗത്തിൽ ലോകത്തിലുണ്ടോ? ഒന്നും വേണ്ട പ്രിയമുള്ളവരെ. ദൈവ
ഇതുവരെ നടന്ന പാതയിൽ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ഒരു ജീവിതം ചെയ്യാൻ വേണ്ടിയാണ് ഉന്നതയാൽ നമ്മെ വിളിച്ചത്. ഉന്നതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ പുറമേയുള്ള നാൾ ക്ഷയിക്കുന്നുവെങ്കിലും അങ്ങനെയുള്ള ശക്തി പ്രാപിക്കും. അതാണ് ഇവിടെ വായിച്ചത്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവശക്തിയും രൂപാന്തരപ്പെടുത്തുകയാണ്. ആ കല്ലറ തുറന്ന് യേശു വെളിയെ പോയി. സഹോദരന്മാരും അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് എന്താ? നൂതൻ പറയുന്നു, അവൻ ഇവിടെ ഇല്ല. അതെ, യേശുവിനെ അടക്കി വെക്കുവാനും ആരുടെ കല്ലറി കുഴിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളെ ആ യേശുവിനെ പിൻപറ്റുന്നവരെയും അടക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. മരിച്ചവർ രാജ്യപരമായി യേശു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ഇത് ക്രിസ്തുവിന് ഉള്ളവരാണ്, ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ടതാണ്, ക്രിസ്തുവിനായി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്, ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ അനുഗമിച്ചതാണ്, ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രം ചെയ്തതാണ്. കാലത്ത് അന്ത്യകാഹളനാഥത്തെങ്കിൽ നിശ്ചയമായും തനിക്കുള്ളവരും ഉയർത്തെഴുന്നേറ്റ് അന്ത്യകാഹളനാഥത്തെങ്കിൽ വെളിയെ വരുമ്പോൾ നമ്മുടെ പലരും ആ കൂട്ടത്തിൽ കാണും എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ കരയോർത്തി സ്തോത്രം ചെയ്താട്ടെ. തന്റെ സന്നിധിയിൽ വിശുദ്ധനിഷ്ഠങ്കരമാകണമെന്നുള്ള ഉദ്ദേശം പ്രിയമതർ അവരുടെ ജീവിതത്തിൽ നിറവേറ്റിയതിനാൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ പ്രിയമുള്ളവരെ സ്തോത്രം. അന്ത്യകാഹളമാകത്തെങ്കിൽ ആദ്യകാഹളം കേട്ട് ദൈവത്തെ ക്രമീകരിച്ച് ദൈവത്തെ എടുത്തതായ ഈ പ്രിയപ്പെട്ടവർ അന്ത്യകാഹളമാകം കേട്ട് മരണത്തെ ജയിച്ച് രജസ്വരികളായി വെളിയിൽ വരും. ആപത്തെ ആകാശത്തെ മണവാളനെ നിശ്ചയമായും സന്ധിക്കും. തന്റെ മാറോട് അണയും, തന്റെ മാറോട് ചാരുമ്പോൾ നമ്മുടെ കണ്ണീരൊക്കെയും തുടയ്ക്കും, നമ്മുടെ ക്ലേശങ്ങളെല്ലാം തീരും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അവിടെ കഷ്ടമില്ല, ദുഃഖമില്ല, വേദനയില്ല, കണ്ണുനീരില്ല, സങ്കടമില്ല, നിലവിളിയില്ല. ആകയാൽ അന്ത്യകാലമാകത്തെങ്കിൽ പ്രാക്കളെ പോലെ ഭക്തന്മാർ പറന്നു വരുമ്പോൾ ദൈവസന്നിധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായ ആളുകൾ, വിശുദ്ധരായ ആളുകൾ പറക്കുമ്പോൾ ആദ്യ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കാണപ്പെടണമേ. ഇവിടെയുള്ള എല്ലാവരും കാണപ്പെടണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരിലും കാണപ്പെടണമേ. ആരോട് ആബ്സെന്റ് ആയി പോകല്ലേ, എല്ലാവരും പ്രസന്റ് ആയിരിക്കണമേ. ഏത് നഷ്ടം വന്നാലും ദൈവമക്കളെ ശേഷിക്കുന്ന ആയുസിന്റെ നാളുകൾ നിറഞ്ഞ കണ്ണുകളോട്, നിറഞ്ഞ ഹൃദയത്തോട്, ഉച്ചാരിക്കൊണ്ട് നശ്വരമായ ലോകത്തിലൂടെ ദൈവസന്നിധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആത്മാവിൽ ബലപ്പെട്ട് എത്തിക്കഴിഞ്ഞു. വാഹനത്തിന് കേടുപറ്റിയില്ല, വഴിയിലായി പോയില്ല, ഒരു ശക്തിയും തടഞ്ഞില്ല. ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോൾ ധർമ്മനാഥന്റെ സമീപേ നിൽക്കുന്നു. നമുക്ക് നാളിനായി വരുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നാം പിരിയുന്ന ശരീരത്തിൽ പ്രിയരെ അതിനാൽ ദുഃഖം വരുമെന്നാലും അപ്പോൾ നാം വീണ്ടും കാണും നിശ്ചയം പിരിയട്ടെ ഭാവിക്കട്ടെ മാവുക ഇപ്പോൾ നാം പിരിയുന്ന ശരീരത്തിൽ അതിനാൽ ദുഃഖം വരുമെന്നാലും അപ്പോൾ നാം വീണ്ടും കാണും നിശ്ചയം പിരിയട്ടെ ഭാവിക്കട്ടെ മാവുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ നാം പിരിയുന്നു. ഇപ്പോൾ എന്ന മേഖലയിൽ നിന്ന് അപ്പോൾ എന്നൊരു മേഖല ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പിരിയുന്നു, അല്പ ദുഃഖമുണ്ടെങ്കിൽ സാരമില്ല, അപ്പോൾ മഹത്വത്തിൽ വീണ്ടും കാണും നിശ്ചയം. വിശ്വസിക്കുന്നവർ കരവീർത്തി സ്തോത്രം. പ്രിയ കർത്താവേ, ദൈവസന്നിധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ സഹോദരി ആരംഭിച്ചതായ യാത്ര വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ തുടർന്ന് വിശ്വാസത്തിൽ അവസാനിച്ചുവല്ലോ. നല്ല പോർപ്പൊരുത് കർത്താവെ മുൻപോട്ട് നീങ്ങിയല്ലോ. എന്നിൽ വിശ്വസിക്കുന്നതിന് മരിച്ചാലും ജീവിക്കുമെന്ന് അരുളിച്ചതിനായ കർത്താവിന്റെ ധ്വനികൾ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാൽ സ്തോത്രം. വിശ്വാസത്തിൽ നല്ല പോരാട്ടം പോരാടിക്കൊണ്ട് തന്റെ സേവനം അവസാനിപ്പാൻ ഭാഗ്യം കൊടുത്തു. തന്റെ ആത്മാവ് ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. തന്റെ ഭൗതിക ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കിയതുപോലെ ഈ സെമിത്തേരിയിൽ കർത്താവേ നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യാശ്വാസത്തെ നോക്കിക്കൊണ്ട് കർത്താവേ ഈ ശരീരത്തെ ഞങ്ങളിവിടെ സംസ്കരിക്കുന്നു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകിയിരിക്കുകയാൽ സ്തോത്രം. ജയം നൽകിയിരിക്കുകയാൽ സ്തോത്രം. പ്രിയമതിനെ ജയാളിയാക്കിയിരിക്കുകയാൽ സ്തോത്രം. വീണ്ടും കാണാവുന്ന പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഇവിടെ സംസ്കരിച്ചിരിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കുള്ള അവസാനം നല്ലത് തൊടുത്താടുന്ന കർത്താവേ ഈ ലോകവാസം വേഗം തീരും. ദൈവസന്നിധിയിൽ ഒരു സ്വർഗ്ഗസീയ ഒരു സ്വർഗീയ യെരൂശലേം ഞങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുക സ്തോത്രം. വരുവാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. ഞങ്ങളുടെ സേവനം തികച്ചുകൊണ്ട് എത്രയും വേഗം ആ ശാശ്വതമായ ഭവനത്തിലേക്ക് ഞങ്ങളും പ്രവേശിക്കട്ടെ കർത്താവേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചേച്ചാട്ടെ. വേർപാട് ദുഃഖത്തിൽ കഴിയുന്നവരെയും അനുഗ്രഹിച്ചാട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനത്താൽ അവരെയും നിറച്ചാട്ട് കർത്താവേ. സകല ആശീർവാദങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. സമർപ്പിക്കുന്ന കർത്താവേ അനുഗ്രഹിച്ചയക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ആരംഭത്തേക്കുള്ള അവസാനം നന്നാക്കിയിരിക്കാൻ ഏകദൈവത്തിനായ സമാധാനം മനസ്സിലും ഞങ്ങളെല്ലാവരോടും സകല വിശുദ്ധന്മാരോടും പ്രത്യേക ദുഃഖത്തിൽ കഴിഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരോടും അരുമനാഥനെ ആ സ്വർഗീയ തുറമുഖത്ത് വീണ്ടും സന്ധിക്ക് സമയം വരെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.